വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേഡ് റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്നൊക്കെ അതിനുവേണ്ടി ഞാൻ കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബസുമതി റൈസിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് പാലാണ്. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് താളിക്കാം. ഇതിന് വേണ്ടി നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റി യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി വഴറ്റിയ ശേഷം പിന്നെ ലാസ്റ്റിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഒരു നുള്ളു ചേർത്ത ശേഷം ഇത് തൈര് സാദത്തിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നത് പൊമഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്തെടുത്ത് കഴിയുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേഡ് റൈസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.